പകലോ രാത്രിയോ എന്ന് പോലും അറിയാതെ പുറം ലോകം കാണാൻ സാധിക്കാതെ കുറേ മനുഷ്യർ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നു. കിടക്കാൻ കട്ടിലുകളോ കിടക്കയോ പോലും അവിടെയില്ല. കണ്ണുകളിലേക്ക് തുളച്ചു കയറുന്ന അസഹനീയമായ വെളിച്ചത്തിൽ കണ്ണുകൾ പോലും തുറക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു പറ്റം ആളുകൾ. മധ്യ അമേരിക്കയിലെ എൽ സാൽവദോർ എന്ന കുഞ്ഞൻ രാജ്യത്തെ മെഗാ ജയിലിലെ കാഴ്ചയാണിത്. സാൽവദോറിയൻ പ്രസിഡന്റ് നയീബ് ബുഖലെ രാജ്യത്തെ ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കാൻ പണിത ജയിലാണിത്. എന്നാൽ ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷം ഹൊറർ സിനിമയെ പോലും വെല്ലുന്ന തരത്തിലാണ്. ചുറ്റും ഭീതിയുടെ കാറ്റ് മാത്രം വീശുന്ന അവിടെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും നാട് കടത്തപ്പെട്ട സാധാരണക്കാർ പോലും ഉണ്ടെന്ന കാര്യമാണ് അതിദാരുണം. നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലുള്ള ചെറിയ രാജ്യമാണ് എൽ സാൽവദോർ. ഒരു കാലത്ത് അവിടം ഗുണ്ടാ സംഘങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്നു. സംഘടനകളുടെ മഹിമ കാട്ടുന്നതിനായി ഗുണ്ടകൾ അവരുടെ ശരീരമാസകലം ടാറ്റു ചെയ്തു. പകൽ വെളിച്ചതുപോലും അവിടെയുള്ള ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. അതോടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്ന രാജ്യമായി എൽ സാൽവദോർ മാറി. അതിനിടയിലാണ് നയീബ് ബുഖലെ എന്ന യുവാവ് അവിടെ പ്രസിഡന്റായി വരുന്നത്. 2022 മാർച്ചിൽ ഒരാഴ്ചയിൽ 87 പേർ ക്രൂരമായി കൊല്ലപ്പെട്ടതോടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സൈന്യത്തെ തെരുവിലിറക്കി ഗുണ്ടാ സംഘങ്ങളെ വേട്ടയാടാൻ അദ്ദേഹം ഉത്തരവിട്ടു. ശരീരത്തിൽ ഒരു ഗ്യാങ് ടാറ്റു ഉണ്ടെങ്കിൽ പോലും 20 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന നിലയിലായി നിയമങ്ങൾ. ആയിരക്കണക്കിന് ഗ്യാങ്സ്റ്ററുകളെ ഒന്നിച്ചു പിടികൂടി അടച്ചിടുന്നതിന് അദ്ദേഹം പണിത ജയിലാണ് സെക്കോട്ട്. കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളായ MS-13, ബാരിയോ 18 എന്നിവയിലെ അംഗങ്ങളാണ് ഇവിടുത്തെ തടവുകാരിൽ ഭൂരിഭാഗവും. ഇവിടുത്തെ നിയമാവലികൾ കേട്ടാൽ ചോര മരവിക്കും. തടവുകാരുടെ തല മൊട്ടയടിക്കും. ധരിക്കാനായി ആകെ കൊടുക്കുന്നത് വെളുത്ത നിറത്തിലെ ഒരു ബോക്സർ മാത്രം. 4 തട്ടുകളിലുള്ള ഇരുമ്പ് കട്ടിലുകളാണ് ഇവർ കിടന്നുറങ്ങുന്നത്. ഒരു സെല്ലിൽ പരമാവധി 80 പേരുണ്ട്. 2 ശൗചാലയവും. വീട്ടുകാരെ കാണാനോ അവരോട് സംസാരിക്കാനോ യാതൊരു അവകാശവുമില്ല. 3 നേരം ചോറും പയറും പാസ്തയും ഒരു പുഴുങ്ങിയ മുട്ടയും അളന്നു നൽകുന്ന വെള്ളവും പിന്നെ അരമണിക്കൂർ വ്യായാമ സമയവും മാത്രമാണ് ഇവർക്കുള്ള ഏക ആശ്വാസം. ബാക്കി സമയം മുഴുവനും ഇരുമ്പറയ്ക്കുള്ളിൽ കഴിയണം. കുറ്റകൃത്യങ്ങളുടെ നഗരമെന്നറിയപ്പെട്ട എൽ സാൽവദോറിനെ ഇന്ന് കാണുന്ന സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിച്ച നയീബ് ബുഖലേക്ക് അവിടുത്തെ ജനങ്ങൾ നൽകുന്നത് ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണ്. എന്നാൽ ഒരു തെളിവ് പോലും ഇല്ലാതെ ഗുണ്ടാ വേട്ടയുടെ പേരിൽ നിരപരാധികളായ കുറേയധികം ആളുകളെ ആ ജയിലിൽ അടച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുറലോകം പോലും കാണാതെ കിടക്കുന്ന നിരപരാധികളായ മനുഷ്യനോട് ചെയ്യുന്ന കൊടും ക്രൂരതയല്ലേ ഇത്?